നമസ്കാരം. ബ്ലഡ് പ്രഷർ നിർബന്ധമായും നിയന്ത്രിക്കേണ്ട ഒന്നാണ്. ബി.പി കൂടിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ്.എം. സരിനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ? നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ? രക്തസമ്മർദ്ദവും രക്താതിസമ്മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ ബി.പി എത്രയായിരിക്കണം? വ്യതിയാനം ഏത് ലെവലിൽ എത്തുമ്പോഴാണ് അപകടം ഉണ്ടാക്കുന്നത് ഡോക്ടർ? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ രക്തപ്രവാഹം രക്തക്കുഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഭിത്തികളിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് രണ്ട് തരം മർദ്ദങ്ങളുണ്ട്: സിസ്റ്റോളിക് ബി പി, ഡയസ്റ്റോളിക് ബി പി എന്ന് പറയും. സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ഭിത്തികളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ബി പി. പമ്പ് ചെയ്യാത്ത സമയത്ത്, ഹൃദയം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഭിത്തികളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് ബി പി. അപ്പോൾ സാധാരണയായി നമ്മുടെ ഒരു ബി പി എന്ന് പറയുന്നത് 120/80 താഴെ വരണം എന്നുള്ളതാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അതായത് സിസ്റ്റോളിക് ബി പി 120ഉം ഡയസ്റ്റോളിക് ബി പി 80ഉം എന്നുള്ള കണക്കിനാണ് നമുക്ക് വേണ്ടത്. പല ഗൈഡ് ലൈനിലും രക്താതിമർദ്ദം എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷനെ, അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നതിനെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ പൊതുവിൽ നമുക്ക് കണക്കാക്കാവുന്നത് 140/90 മുകളിൽ ബ്ലഡ് പ്രഷർ പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുന്നത്. ഡോക്ടർ, മാത്രമല്ല ബി.പി കൂടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ബ്ലഡ് പ്രഷറിലെ വ്യതിയാനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഭക്ഷണ രീതി വഹിക്കുന്ന പങ്ക് അതിൽ എത്രത്തോളമുണ്ട്? രക്തസമ്മർദ്ദത്തിന് പലതരം കാരണങ്ങളുണ്ട്. ഒന്ന് ജനിതകമായ കാരണങ്ങൾ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യതയും കൂടി വരുന്നുണ്ട്. ഇതുകൂടാതെ അമിത വണ്ണമുള്ളവർക്ക് രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യതയുണ്ട്. പുകവലിക്കുന്നവർക്ക് രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത, അതായത് ഹൈപ്പർ ടെൻഷനുള്ള സാധ്യത കൂടുന്നുണ്ട്. മദ്യപാനം ഹൈപ്പർ ടെൻഷനൊരു കാരണമായി പറയുന്നുണ്ട്. വായു മലിനീകരണം ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. അതുകൂടാതെ വ്യായാമമില്ലായ്മ, സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഭക്ഷണത്തിലെ തെറ്റായ ചില കാര്യങ്ങളും രക്തസമ്മർദ്ദത്തിന് ഇടവരുത്തുന്നുണ്ട്. ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് വൃക്കകളുടെ രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തികൾക്ക് രക്തസമ്മർദ്ദം അല്ലാതെ തന്നെ ഉണ്ടാവാനുള്ള, അതായത് ഹൈപ്പർ ടെൻഷൻ അല്ലാതെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഡോക്ടർ, യുവജനങ്ങൾക്കിടയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായും കണ്ടുവരുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? യുവജനങ്ങളിൽ ഇപ്പോൾ കൂടുതലായി രക്തസമ്മർദ്ദം കണ്ടുവരുന്നുണ്ട്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 30 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള വ്യക്തികളിൽ ലോകത്താകമാനം 1/3 33% ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളതായിട്ട് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പകുതിയോളം പേർക്ക്, 44% പേർക്ക് മാത്രമേ കൃത്യമായി ഒരു ഡയഗ്നോസിസ് വരികയും അതിൻ്റെ ചികിത്സയിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ പകുതിയോളം പേർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ രക്തസമ്മർദ്ദം കൺട്രോൾ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ കൂടുതൽ പ്രായമുള്ളവർക്കാണ് വന്നതെങ്കിൽ ഇപ്പോൾ ജീവിതശൈലിയുടെ മാറ്റങ്ങളും മറ്റുമൊക്കെ കൊണ്ട് ഈ രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത വളരെ നേരത്തെ ആകുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ യുവാക്കളിൽ അല്ലെ ചെറിയ വയസ്സിൽ രക്തസമ്മർദ്ദം വരുമ്പോൾ നമ്മൾ മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് പറയണം. സാധാരണ നമ്മളൊരു പ്രായം വന്നിട്ടുള്ളവരെ രക്തസമ്മർദ്ദത്തിനെ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ യുവാക്കളിലോ ചെറിയ കുട്ടികളിലോ പ്രഷർ കൂടുകയാണെങ്കിൽ അത് എന്തെങ്കിലും ആന്തരികമായ കാരണം, നേരത്തെ പറഞ്ഞ പോലെ വൃക്കകളുടെ പ്രശ്നമോ ഹോർമോണുകളുടെ പ്രശ്നമോ ഒക്കെ കൊണ്ടും വരാം. അപ്പം അങ്ങനെയുള്ള സെക്കൻഡറി ഹൈപ്പർ ടെൻഷനെ നമ്മൾ കാരണം കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. ഡോക്ടർ, ബി.പി കൂടിയാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം സൂചനകൾ കണ്ടാലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ ചെറിയ അളവിൽ കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ വലിയ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലരും രോഗികൾ നമ്മളെ അടുത്ത് വന്ന് നമുക്ക് BP നോക്കുമ്പോൾ കൂടുതലാണ്, പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ രോഗികൾ പറയാറുണ്ട്. ഇപ്പം ലക്ഷണങ്ങൾ പൊതുവിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും വരാറില്ല ആദ്യഘട്ടത്തിൽ എന്നുള്ളതാണ്. പക്ഷെ അത് ഒരുപാട് കൂടി വരുമ്പോൾ, പ്രത്യേകിച്ച് 150 120 മുകളിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. തലവേദന, പ്രത്യേകിച്ച് തലക്ക് പിറകുവശത്തുള്ള ഓക്സിപിറ്റൽ റീജിയനിലുള്ള വേദന, തല ചുറ്റൽ വരാം, കാഴ്ചയിലെ മങ്ങൽ വരാം. ചിലർക്ക് മൂക്കിൽ നിന്നും വളരെയധികം ബ്ലഡ് പ്രഷർ കൂടിയാൽ രക്തസ്രാവം വരാം. പിന്നെ ഹൃദയം ഇടിപ്പുള്ള വ്യതിയാനം, കിതപ്പ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷണമായിട്ട് വരാവുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ചന്ദ്രൻ നായരാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ 120 80 അതിലേക്ക് താഴോട്ട് എത്ര ഇതിലേക്ക് പോകണം? അത് അപകടകരമായിട്ടുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു രോഗിക്ക്? ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും BP നോക്കുന്ന ഒരു സംവിധാനം ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ BP നോക്കുമ്പോൾ കൂടി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തീരെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? ഇതൊരു പൊതുവായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് സാർ ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ. സാധാരണ ഇപ്പോഴത്തെ ഒരു വേൾഡ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് 120 80 താഴെയാണ് നോർമലായി കരുതുന്നത്. അപ്പൊ അതില് ഇപ്പൊ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഒരു 130 80 താഴെ എങ്കിലും നിർത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഓഫീസ് BP ഒരു അതായത് നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോയി നോക്കുന്ന ബ്ലഡ് പ്രഷർ 140 90 താഴെയും, നമ്മുടെ മറ്റ് സ്ഥലത്ത് വീട്ടിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നോക്കുന്നത് 135 85 താഴെയും വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റായി പറയുന്നത്. അത് ഒരുപാട് കുറഞ്ഞു പോകുന്ന, ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കുറഞ്ഞ് എത്രത്തോളം പോകാം സംശയമാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു 90 60 താഴെ പോകുന്ന അപകടമാണ്. പക്ഷെ ഇതൊക്കെ പ്രായമനുസരിച്ചും കൂടെ വരും. ഇപ്പൊ കൂടിയ ഒരു പ്രായം, ഒരു 70 വയസ്സൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു 100 110 താഴെ പോകുമ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ചിലപ്പോൾ ചെറിയ തലചുറ്റലോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയോ ഒക്കെ തോന്നാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡോസ് കുറക്കേണ്ടതുണ്ട്. അത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഡോസ് കുറക്കേണ്ടി വരും. എന്താ പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് വീഴ്ചയൊക്കെ വന്നാൽ മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാവുന്നത് കൊണ്ട് പ്രായമുള്ളവരിൽ നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. സാർ, അടിയന്തരമായിട്ട് എന്താ ചെയ്യേണ്ടത് സാർ? ബ്ലഡ് പ്രഷർ കുറഞ്ഞാണ് കാണുന്നത്, ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ഗുളിക ഇത് വെച്ച് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നത് പറയുന്നുണ്ടെങ്കിലും പൊതുവിൽ ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉള്ള വ്യക്തികൾക്ക് പ്രധാനമായും മരുന്ന് അടുത്ത ഡോസ് കഴിക്കുന്നതിന് മുമ്പേ ഒരു ഡോക്ടറെ സമീപിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കണം എന്നുള്ളതാണ്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ തലചുറ്റൽ, കാഴ്ചമങ്ങൽ, ഇതൊക്കെ ലക്ഷണങ്ങളായി കണക്കാക്കാവുന്നതാണ്. ഇത് എപ്പോഴാണ് ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ അപകടത്തിലാവുന്ന സങ്കീർണമാകുന്ന സാഹചര്യമുണ്ടോ? അതെ, രണ്ട് രീതിയിൽ അപകടങ്ങൾ വരാം. ഒന്ന്, വളരെ പെട്ടെന്ന് പ്രഷർ കൂടുമ്പോൾ ഹൈപ്പർടെൻസീവ് അർജൻസി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പലപ്പോഴും തലച്ചോറിലെ മർദ്ദം കൂടുകയും നീർക്കെട്ട് വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചിന്താശേഷിയിൽ പ്രശ്നം വരികയും ചിലപ്പോൾ ഓർമ്മക്കുറവും ബോധക്ഷയമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപസ്മാരം വരെ വരാം. അതിനെ ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി എന്നാണ് പറയാം. പെട്ടെന്ന് തന്നെ ഈ BP കൂടുന്ന ഒരു സമയത്താണ് അത് സംഭവിക്കുന്നത്. ഇത് കൂടാതെ കാലക്രമേണ കുറേ കാലം പ്രഷർ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ധമനികളിൽ മാറ്റം വരുന്നത് കൊണ്ട് പല അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വരാം. അങ്ങനെയാണ് വിവിധ സങ്കീർണതകൾ വരുന്നത്. നമുക്കറിയാവുന്നത് പോലെ നമുക്ക് പക്ഷാഘാതം അതിൻ്റെ ഭാഗമായിട്ട് വരാം, ഹൃദയാഘാതം വരാം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് വരാം. പിന്നെ അതുകൂടാതെ വൃക്കകളെ കുറേ കാലം കൺട്രോൾ ഇല്ലാത്ത ബ്ലഡ് പ്രഷർ കാരണം വൃക്കകൾക്ക് തകരാറ് വന്ന് ക്രിയാറ്റിനൊക്കെ കൂടി പിന്നീട് ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാം. കണ്ണിനെ ബാധിക്കാം. കണ്ണിനകത്ത് അതിൻ്റെ ഞരമ്പുകളെയും മറ്റും ബാധിക്കുകയും അതിലേക്ക് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ വന്ന് കാഴ്ച നഷ്ടം വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മറ്റ് സങ്കീർണതകളും നമുക്കുണ്ടാവാം. അത്
ക്രോണിക് ആയിട്ട് കുറേ കാലം ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുമ്പോൾ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി പോലെയുള്ള കാര്യം പെട്ടെന്ന് പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്ക് സ്വയം ചെയ്യാവുന്ന ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെന്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മോണിറ്ററിംഗ് ആണ്. ഒരു 30 വയസ്സിന് ശേഷമുള്ള എല്ലാ വ്യക്തികളും കൃത്യമായും ബ്ലഡ് പ്രഷർ നോക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അത് കൃത്യമായി നോക്കുകയും കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആക്കണം. അപ്പോൾ മോണിറ്ററിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, അമിതവണ്ണം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വണ്ണം BMI 25-ന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രഷറിന് ഒരുപാട് ബ്ലഡ് പ്രഷർ കൂടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4 തൊട്ട് 5 കിലോ കുറയുമ്പോൾ തന്നെ ബ്ലഡ് പ്രഷറിൽ കുറച്ച് കുറവ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അതുകൂടാതെ അതിനോടനുബന്ധിച്ച് കൃത്യമായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദിവസത്തിൽ 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യേണ്ടതുണ്ട്. ആഴ്ചയിൽ 150 മിനിറ്റാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വ്യായാമത്തിൻ്റെ തോത്. അതിൽ 2 ദിവസമെങ്കിലും വെറും എയറോബിക് നടത്തം മാത്രമാണ് പലപ്പോഴും ആൾക്കാർ എക്സർസൈസ് ആയിട്ട് കാണുന്നത്. അങ്ങനെയല്ല, നടത്തം പോലുള്ള എയറോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പുതിയ ഗൈഡ് ലൈൻ പറയുന്നത്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, കൂടുതൽ ഉപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക. പൂരിത കൊഴുപ്പുകൾ, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റെഡ് മീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൂടെ ചൂടാക്കുന്ന എണ്ണ ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒന്ന്, കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക, വ്യായാമം ചെയ്യുക, വെയിറ്റ് കുറക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. പിന്നെ മോണിറ്ററിങ്. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ പറഞ്ഞല്ലോ. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മാനസികാരോഗ്യം, സ്ട്രെസ് എപ്പോഴും ബ്ലഡ് പ്രഷർ കൂടുതൽ വരാനുള്ള, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ആ രീതിയിൽ വ്യായാമം തന്നെ നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ കുറക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ്. അപ്പോൾ ആ രീതിയിൽ വ്യായാമം, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ സ്ട്രെസ് റിലീസിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒരു പരിധി വരെ. പക്ഷേ പലപ്പോഴും പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ സ്ട്രെസ് കൊണ്ട് മാത്രമാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, പക്ഷെ അതിനൊരു ചെറിയ പങ്ക് അതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ, BP കൂടിയാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വല്ല മാർഗങ്ങളുമുണ്ടോ? അങ്ങനെ പെട്ടെന്നൊരു BP കൂടിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളില്ല. ബ്ലഡ് പ്രഷറിന്റെ മരുന്നുണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഡീഷണൽ കഴിക്കാം. വളരെയധികം കൂടുതലാണ്, 150 120 മുകളിലാണെങ്കിൽ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോയി തന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി ആയാലും, അല്ലെങ്കിൽ ബ്ലീഡിങ്, തലച്ചോറിനകത്തിലേക്ക് ബ്ലീഡിങ് വന്ന് സ്ട്രോക്ക് ഒക്കെയുള്ള ഇത് വരാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോയി അതിനുള്ള ചികിത്സ എടുക്കണം എന്നാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ, മരുന്നില്ലാതെ തന്നെ BP നിയന്ത്രിക്കാനാകുമോ? അത് ചെറിയ അളവിലുള്ള ബ്ലഡ് പ്രഷറൊക്കെ ആണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടെ അഡ്വൈസ് ചെയ്യുന്നത് ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ പുകവലി ഉണ്ടെങ്കിൽ പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക, മദ്യപാനം പരിമിതപ്പെടുത്തുക, പിന്നെ ഭക്ഷണത്തിലെ ക്രമീകരണം. അത് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഡാഷ് ഡയറ്റ് എന്നൊക്കെ പറയുന്ന, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന സമീപനങ്ങളുണ്ട്. എന്നാലും പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ഉപ്പിൻ്റെ അളവ് പ്രധാനപ്പെട്ടതാണ്. 6 ഗ്രാമാണ് ഒരു ഹൈപ്പർടെൻസീവ് രോഗിക്ക്, 6 ഗ്രാമിൽ താഴെയാണ് ഉപ്പിൻ്റെ അളവ് പറയുന്നത്. അപ്പോൾ 6 ഗ്രാം എന്ന് പറയുന്ന 5 ഗ്രാം ഒരു ടീസ്പൂൺ മാത്രമാണ്. അപ്പം മൊത്തം ദിവസത്തിൽ അത്ര മാത്രമേ നമ്മൾ ഉപ്പ് കഴിക്കാവൂ എന്നുള്ളതാണ്. ഉപ്പിൻ്റെ അളവ് കുറക്കണം ആ രീതിയിൽ. രണ്ടാമത്തത്, വ്യായാമം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 150 മിനിറ്റ് ഒരു ആഴ്ചയിൽ വരുന്ന രീതിയിൽ മിനിമം 5 ദിവസം 30 മിനിറ്റ് വെച്ചിട്ട് വ്യായാമം ചെയ്യണം എന്നുള്ളത്. അത് എയറോബിക്കും വേണം, സ്ട്രെങ്ത് ട്രെയിനിങ് വേണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിലെ ക്രമീകരണത്തിൽ ഞാൻ ഈ ഉപ്പിൻ്റെ ഇത് പറഞ്ഞു.
കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് എല്ലാ മീൽസിലും, എല്ലാ ഭക്ഷണത്തിലും നമ്മൾ കുറച്ചെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഉൾപ്പെടുത്തണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട്. ചൂടാക്കുന്ന തുടരെ തുടരെ ചൂടാക്കുന്ന എണ്ണ പലഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ ട്രാൻസ് ഫാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ റെഡ് മീറ്റും ഈ മൃഗങ്ങളിൽ നിന്നും വരുന്ന കൊഴുപ്പും ഒക്കെ പരമാവധി കുറക്കേണ്ടതുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറക്കാൻ വേണ്ടി അത് കുറക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വീറ്റ് ബെവറേജസ്, അതായത് നമ്മുടെ മധുരപാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ആക്കാതെ മുഴുവൻ ഫ്രൂട്ട് തന്നെ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഹൈപ്പർ ടെൻഷൻ കൺട്രോളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന. പ്രത്യേകിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് വെയിറ്റ് ലോസും കൂടെയാണ്. വ്യക്തമാണ് ഡോക്ടർ. ബാക്കി പക്ഷേ ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലത്തൂരിൽ നിന്ന് റഹ്മാനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ 10 വർഷമായിട്ട് BP ഗുളിക കഴിക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ബെറ്റ 25 ആണ് ഒരെണ്ണം രാവിലെ കഴിക്കുന്നത്. വൈകുന്നേരത്ത് കോൺകൂർ 2.5 ആണ്. കോൺകൂർ AM 2.5 കഴിക്കുന്നത്. ഓർമ്മ ശക്തി കുറവുണ്ട്. അത് BP ആയിട്ട് ബന്ധമുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തത് ഇപ്പോൾ 90, 140, 90ന്റെ ഇടയ്ക്കാണ് BP പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റിലെ കിഡ്നിയിൽ ചെറിയൊരു നീർക്കെട്ടുണ്ട്, ഒരു പോളിപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് പ്രായമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പറഞ്ഞത് കേട്ടില്ല. ആദ്യത്തെ ഭാഗം ഓർമ്മക്കുറവ് പല കാരണങ്ങൾ കൊണ്ടും വരാം. അത് നമ്മൾ അതിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. ബ്ലഡ് പ്രഷറും മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഭാഗമായിട്ട് ചെറിയ രക്തോട്ടക്കുറവ് തലച്ചോറിലേക്ക് വരാം, ചെറിയ ബ്ലോക്കുകൾ തലച്ചോറിലേക്ക് വരാം, ലാക്കുനാർ ഇൻഫാക്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി നമുക്ക് ഓർമ്മക്കുറവ് വരാം, ഡിമെൻഷ്യ ഒരു പരിധി വരെ വരാം. പക്ഷേ ഇത് വരാനുള്ള മറ്റു കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർമ്മക്കുറവ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഓർമ്മക്കുറവ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ പരിശോധനകൾ ചെയ്യണം. ബ്ലഡ് പ്രഷർ കൊണ്ടും ഈ ഓർമ്മക്കുറവ് ആ രീതിയിൽ ചെറിയ മൈന്യൂട്ട് സ്ട്രോക്കുകളൊക്കെ വന്നിട്ട് വരാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പെട്ടെന്നുള്ള രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതിയുടെ ഭാഗമായി താൽക്കാലികമായുള്ള ഓർമ്മക്കുറവും ബോധരാഹിത്യമൊക്കെ വരാവുന്നതാണ്. രണ്ടാമത് പറഞ്ഞ ഒന്നും കൂടെ ആവർത്തിക്കാമോ ചോദ്യം? ചെറിയൊരു പോളിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് അത് മറ്റേ യൂറോളജിയോട് ചോദിച്ചത്. അപ്പൊ യൂറോളജി പറഞ്ഞത് അത് പ്രായമാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണെന്നാ പറഞ്ഞത്. അതിനിപ്പോ ഇനി നെഫ്രോളജിനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? കേട്ടില്ല. ഒരു തവണ കൂടെ ഒന്നും ഒരു മുഴക്കമുണ്ട്. ലെഫ്റ്റ് കിഡ്നിയില് ഒരു നീർക്കെട്ട്, ഒരു പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ യൂറോളജി കാണിച്ചപ്പോ യൂറോളജി പറഞ്ഞത് അത് പ്രായമാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതിലിപ്പോ നെഫ്രോളജിനെ കാണിക്കേണ്ട കാര്യം അതെന്തുകൊണ്ട് സംഭവിക്കണം? അല്ല, പോളിപ്പ് പ്രഷറുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രഷറുമായി ബന്ധപ്പെടുത്തിയിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിനാണ് പ്രശ്നം വരുന്നത്. കിഡ്നിയുടെ പ്രവർത്തനത്തിന് പ്രശ്നം വരികയും അതിലൂടെ പിന്നെ കിഡ്നിയിൽ നിന്നും വേസ്റ്റ് കളയുന്ന ഒരു അവയവമാണല്ലോ. അപ്പോൾ അത് കൃത്യമായി പോകാതെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ സാധാരണ പോകുന്നത്. പോളിപ്പ് സാധാരണ പ്രഷറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നമല്ല. അത് ചിലപ്പോൾ ചിലർക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പം ഡോക്ടർ SM സരീൻ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷന് മരുന്ന് എടുക്കുന്ന ആളാണെങ്കിൽ മരുന്ന് മുടക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എത്ര കാലം മരുന്ന് എടുക്കേണ്ടതായിട്ട് വരും? ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹൈപ്പർ ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും മരുന്ന് കഴിക്കേണ്ടത് ഉണ്ട്. പലപ്പോഴും രോഗികൾക്ക് മരുന്ന് കഴിക്കുന്നതിനോട് ഒരു വിമുഖത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കൃത്യമായി ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് തുടങ്ങുകയും അത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ആ മരുന്ന് തുടർന്ന് കഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൊരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, മരുന്ന് ഇപ്പോൾ നിർത്തുമ്പോൾ സാധാരണ മറ്റ് ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്നൊക്കെ ചിലപ്പോൾ ഒരു ദിവസം വിട്ടുപോയാലും വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബ്ലഡ് പ്രഷറിൻ്റെ എല്ലാ ഗുളികകളിലും ഒരു 12 തൊട്ട് 24 മണിക്കൂറാണ് അതിൻ്റെ ടൈം ഓഫ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് ഒരു ദിവസം മാറ്റി വെച്ചാൽ
പ്രഷറുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ തിരിച്ച് കൂടി വരാനും നേരത്തെ പറഞ്ഞ പോലുള്ള എൻസെഫലോപ്പതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുമുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി മരുന്ന് കഴിക്കണം എന്നുള്ളത് ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എത്ര കാലം കഴിക്കണം എന്നുള്ളൊരു ചോദ്യം തുടർച്ചയായി കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിതശൈലി മാറ്റങ്ങൾ ഉൾപ്പെടെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെയോടൊപ്പമാണ് ഗുളിക കഴിക്കുന്നത്. ഈ ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഈ പ്രഷർ കൃത്യമായ ഒരളവിൽ നിൽക്കുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ തിരിച്ച് പ്രഷർ കൂടുകയും അതിൻ്റെ ദീർഘകാലിക സങ്കീർണതകൾ നേരത്തെ പറഞ്ഞ പോലുള്ള ധമനികളെ ബാധിച്ചുകൊണ്ട് പക്ഷാഘാതമായാലും ഹൃദയാഘാതമായാലും കിഡ്നിയുടെ പ്രശ്നം, വൃക്കകളുടെ തകരാറായാലും കണ്ണിൻ്റെ തകരാറായാലും ഒക്കെ വരാനുള്ള സാധ്യതയാണ് വരുന്നത്. പലപ്പോഴും ഇത് കൃത്യമായി നേരത്തെ ഞാൻ കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ പകുതിയിലോളം രോഗികൾക്ക് മാത്രമേ വേണ്ടത്ര കൺട്രോൾ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വൃക്ക രോഗം ഉൾപ്പെടെ ഡയാലിസിസ് ഉൾപ്പെടെ കൂടുതൽ വേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അത് തുടർച്ചയായി കഴിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഡോക്ടർ, ഈ മരുന്ന് കഴിച്ചിട്ടും ചിലപ്പോൾ BP കുറയാത്തൊരു സാഹചര്യം കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? അതെ, മരുന്ന് ചിലർക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഒരു മരുന്നൊക്കെ കഴിച്ചാൽ തന്നെ പ്രഷർ കൺട്രോളായി ചെയ്ത് നിൽക്കാറുണ്ട്. പക്ഷെ ചിലരിൽ ഒന്നിലധികം മരുന്ന് വേണ്ടി വരാറുണ്ട്. 2 or 3 മരുന്നുകൾ വരെ ബ്ലഡ് പ്രഷർ കൺട്രോളിന് വേണ്ടി വരാറുണ്ട്. ഇത് ഓരോ മരുന്നും പല രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഒരുമിച്ച് തരുമ്പോൾ അങ്ങനെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും അത് പോകുന്നില്ല. ഡോസ് കൂട്ടാതെ തന്നെ ഒന്നിലധികം മരുന്നുകൾ കോമ്പിനേഷനായി കഴിക്കുന്നത് വഴി നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തിട്ടും ഒരു മൂന്നിലധികം മരുന്ന് വേണ്ടി വരുന്നവരെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായ കാരണമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ വൃക്കകൾക്ക് തകരാറ് വരികയോ അല്ലെങ്കിൽ ഹോർമോണുകളുടെ ചില വ്യതിയാനങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ നമ്മൾ സാധാരണ രീതിയിലുള്ള മരുന്ന് കഴിച്ചാൽ മാത്രം കൺട്രോൾ ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഈ റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ പരിശോധനകൾ നടത്തി അതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയുണ്ടല്ലോ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രീ ഹൈപ്പർ ടെൻഷൻ നേരത്തെ പറഞ്ഞതുപോലെ 120നും 140നും ഇടക്ക് വരികയോ സിസ്റ്റോളിക് BP വരികയോ 80നും 90നും ഇടക്ക് BP വരികയോ ചെയ്യുമ്പോഴാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ വരുന്നത്. ആ കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജീവിതശൈലി മാറ്റങ്ങളാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ അത് വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. വ്യായാമമായാലും ഭക്ഷണത്തിലെ ക്രമീകരണത്തിലെ വ്യത്യാസമായാലും ഉപ്പ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യമായാലും പിന്നെ ഉറക്ക്, ഞാൻ നേരത്തെ പറയുന്നത് വിട്ടുപോയ ഒരു കാര്യം, നമുക്ക് വേണ്ടത്ര ഉറക്ക് വേണം എന്നുള്ളതാണ്. സ്ലീപ്പ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഉറക്ക് കൃത്യമായി ലഭിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്ലീപ്പ് ടൈമും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയാണ് നമുക്ക് പ്രീ ഹൈപ്പർ ടെൻഷനിൽ നിന്നും ഒരു ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കുകയും അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുന്നത് ആ രീതിയിൽ മാറ്റിവെക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ, ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ ഉപ്പ് കുറയ്ക്കുക തുടങ്ങിയവ പോലെ ഈ മദ്യപാനവും പുകവലിയും എങ്ങനെ ബാധിക്കുന്നു ഡോക്ടർ? അതെ, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പുകവലിക്ക് പ്രത്യേകിച്ച് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ട്. പുകവലി, നേരത്തെ പറഞ്ഞ പോലെ വായു മലിനീകരണം, ഇത് രണ്ടും ഹൈപ്പർ ടെൻഷൻ കാര്യമായി കൂട്ടുന്ന ഒരു കാര്യമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുകവലി പൂർണ്ണമായും ഒഴിവാക്കണം. പിന്നെ മദ്യപാനവും ആ രീതിയിൽ ഹൈപ്പർ ടെൻഷൻ കൂട്ടാനും ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരുന്ന സങ്കീർണതകൾ തീവ്രത കൂട്ടാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പം മദ്യപാനവും പരമാവധി ഒഴിവാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻവയോൺമെന്റൽ BP കൂടിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ SM സരിനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ചെയ്തു.